വളരെ സശ്രദ്ധം ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നതായ ദൈവത്തിൻ്റെ വചനഭാഗങ്ങളെ, ഈ മെസ്സേജുകളെ ഗൗരവത്തോടെ കാണുകയും വളരെ ആത്മാർത്ഥമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മെസ്സേജ് വഴിയായും അല്ലാതെ നേരിട്ട് ഫോൺ വിളിച്ചും ഇന്ന് പകലിൽ ധാരാളം ദൈവദാസന്മാർ എന്നോട് സംസാരിക്കുകയുണ്ടായി. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇതിൻ്റെ തുടർന്ന് വരുന്ന വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ അന്ത്യകാലത്ത് പിതാവായ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം 3.5 വർഷം ഈ ഭൂമിയിൽ താനായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ രാവും പകലും പഠിപ്പിച്ച ആ ദൈവവചനം ഉപദേശിച്ച, പ്രസംഗിച്ച, ചെയ്ത, അനുഷ്ഠിപ്പാൻ ഏൽപ്പിച്ച ഒരു വിശ്വാസി ശിഷ്യനായി ഒരുക്കപ്പെട്ട് ഈ കൽപ്പനകൾ അനുസരിച്ച് ആചരിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങേണ്ടതിനാകുന്നു എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ, ശേഷിക്കുന്ന ജീവിതം ദൈവത്തിൽ സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉത്സാഹത്തോടെ അനുസരിച്ച് അത് പഠിച്ച് തികഞ്ഞ് ദൈവരാജ്യ പ്രവേശത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആരംഭത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാന, സ്വർഗാരോഹണ ശേഷം ഏകദേശം 30 മുതൽ 50 വരെ വർഷം, അല്ലെങ്കിൽ ഏതാണ്ട് 20 വർഷം മുതൽ 30 വർഷം വരെ എന്നും പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷമാണ് ബൈബിൾ എഴുതി തുടങ്ങിയത്. അഥവാ പുതിയ നിയമത്തിൻ്റെ ഭാഗങ്ങൾ, സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതി തുടങ്ങിയത്. അതുവരെ അവർ ജനത്തെ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്? യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ചു. ക്രിസ്തുവിന് ശേഷം പുതിയ നിയമസഭ ആരംഭിക്കുമ്പോൾ പുതിയ നിയമസഭ പിതാക്കന്മാർ, നേതാക്കന്മാർ, ശിഷ്യന്മാർ ആയി അപ്പോസ്തലന്മാരായി തീർന്ന പ്രിയ ശിഷ്യന്മാർ അഥവാ അപ്പോസ്തലന്മാർ ദൈവസഭയെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നതായ കാര്യങ്ങൾ എന്തായിരുന്നു? 3.5 വർഷക്കാലം തങ്ങളെ യേശു പഠിപ്പിച്ച ഉപദേശങ്ങളും കൽപ്പനകളും കൂടാതെ യേശുവിൽ നിന്ന് പഠിച്ചതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും തങ്ങളെക്കൊണ്ട് അത് എഴുതിച്ച് അന്നത്തെ സഭകൾക്ക് ആവശ്യമാകിയാൽ യേശു തങ്ങളെ പഠിപ്പിച്ചത്, ഉപദേശിച്ച ദൈവിക കൽപ്പനകളെയും ഉപദേശങ്ങളെയും ലേഖനങ്ങളിൽ കൂടെ, ലേഖന രൂപത്തിൽ എഴുതപ്പെട്ട് അന്നത്തെ സഭകൾക്കെല്ലാം അത് അയച്ചു കൊടുത്ത് ആ ജനത്തെ അത് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും അവരെ ശിഷ്യത്വത്തിലേക്കും തുടർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് വരാറായിരിക്കുന്നു, വേഗമടുത്തിരിക്കുന്നു, പകലടുത്തിരിക്കുന്നു, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് വെരി അർജൻറ്റ് അപ്പോസ്തലന്മാർക്ക് അത് വളരെ, പുതിയ നിയമസഭയ്ക്ക് അന്നത്തെ പാസ്റ്റർമാർ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അതവർക്ക് വളരെ അർജൻറ്റായിരുന്നു. ഇതാ പകൽ അടുത്തിരിക്കുന്നു, ഇതാ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു, വേഗം നമുക്കൊരുങ്ങാം എന്നുള്ള ത്വരിതഗതിയിലുള്ളായ ഒരുക്കങ്ങളും പ്രസംഗങ്ങളും വചനഘോഷണങ്ങളും പഠിപ്പിക്കലുകളും മറ്റ് ലോകത്തെ എല്ലാം വെറുത്ത് ലോക കാര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവിക കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഭൗതിക കാര്യങ്ങളെക്കാൾ ആത്മീക കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത് ഒരുത്തനും വലിയവനായി കാണാതെ എല്ലാവരും സമന്മാരായി, ആർക്കും മുട്ടില്ലാതെ, മുട്ടുള്ളവർക്കെല്ലാം അവർ വിറ്റ് പെറുക്കി അവർ ഒരേ നിലയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളവരെ സഹായിച്ച് ഒരേ നിലയിൽ അവരുടെ ശുശ്രൂഷ മുൻപോട്ട് പോവുകയാണ്. സോ ദീസ് ആർ ദി ബേസിക് ടീച്ചിങ്സ് ഓഫ് ജീസസ്. അതായത് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ. അല്ലാതെ പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ അല്ല. അത് പുതിയ നിയമസഭയെ ഉണർത്തുന്നതിനും അവരെ
ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഭാഗമല്ല, മറിച്ച് ഇസ്രായേലിന് പഴയ നിയമസഭയോട്, പിതാക്കന്മാരോട് പിതാവായ ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടി അരുളി ചെയ്ത നിർദ്ദേശങ്ങൾ കൊടുത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് അവരെ ഉത്ബോധിപ്പിച്ച കാര്യമാണ്. ആ വചനങ്ങൾ മോശമാണെന്നോ അത് വായിക്കരുതെന്നോ അത് പ്രസംഗിക്കരുതെന്നോ അല്ല ഞാനിവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് ഒരു വിശ്വാസിയുടെ പുതിയ നിയമസഭയിലെ അംഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തു എന്ന തൻ്റെ പുത്രൻ മുഖാന്തിരം പിതാവായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അനുസരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും നാം ഒരുങ്ങുകയും അവരെയും ഒരുക്കി ദൈവരാജ്യത്തിന് പ്രാപ്തരാക്കി തീർക്കുക എന്നുള്ളതാണ്. സോ ദിസ് സെർമൺ ഓൺ ദി മൗണ്ട് ഈസ് ഓൾസോ ദ ബേസിക് ടീച്ചിങ്സ് ഫോർ ദി ബിലീവർ. ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ആ പ്രഭാഷണങ്ങൾ കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ വിശ്വം കണ്ട ഏറ്റവും വലിയ മഹാനിയോഗം, പ്രഭാഷണമായിരിക്കുന്ന അനേക മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എന്ന പോലെ തന്നെ പല പ്രമുഖരും പ്രശസ്തരുമായിരിക്കുന്നവർ ആ പ്രശസ്തിയുടെ പടവുകളിലേക്ക് കയറിപ്പോയത്, അവരുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തിയത് ഈ ഗിരിപ്രഭാഷണങ്ങളായിരുന്നു. ഞാനൊരിക്കൽ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞല്ലോ, ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഗിരിപ്രഭാഷണത്തിലെ 3 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു വചനമോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഭയത്തോടും വിറയലോടും കർത്താവിനെ സ്നേഹിപ്പാനും ഒരുക്കപ്പെടുവാനും നമ്മുടെ സഹജീവികളെ, നമ്മുടെ സഹോദരങ്ങളെ, അയൽക്കാരെ ഒക്കെയും നമ്മൾ സ്നേഹിക്കുകയും ദൈവകൃപയിൽ നമ്മൾ വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഉള്ള അടിസ്ഥാന ഉപദേശമാണ്, അടിസ്ഥാന പഠിപ്പിക്കലാണ്. ആ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. 6ഉം 7ഉം ഇങ്ങനെ 3 അധ്യായങ്ങളിലായിട്ടാണ് അത് നീണ്ടു കിടക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഗിരിപ്രഭാഷണം പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് പുതിയ വിശ്വാസിക്ക് ദൈവമക്കൾക്ക് തന്നിരിക്കുന്നതായ കൽപ്പനകളാണ് നമ്മൾ അനുസരിക്കേണ്ടതിന്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ 2 മെസ്സേജുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മുതൽ 7-ാം അധ്യായം ഇങ്ങനെ 35 കൽപ്പനകൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത ഒരു കൽപ്പനയല്ല, ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത 10 കൽപ്പനയല്ല, മറിച്ച് നമുക്ക് ഈ 3 അധ്യായത്തിൽ തന്നെ 35 കൽപ്പനകളും ബാക്കി വരുന്ന അധ്യായങ്ങളിലും ലേഖനങ്ങളിലുമായിട്ട് 100 കണക്കിന് കൽപ്പനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നാം അനുസരിച്ച് തികഞ്ഞെങ്കിൽ മാത്രമേ ആത്മീയമായി വളരുകയും ദൈവരാജ്യത്തിൽ പോകുവാൻ യോഗ്യരാകുകയും ചെയ്യുകയുള്ളൂ. അവിടെ പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിൽക്കുക, നമ്മളങ്ങ് ചെല്ലുമ്പം ചോദിക്കും, കുഞ്ഞെ നിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ സ്വർഗത്തിൽ കയറ്റേണ്ടത്? നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും പറഞ്ഞാൽ അവിടെ കയറ്റുകയില്ല. ദൈവം കൊടുത്തിരിക്കുന്ന നിയമം, കൽപ്പന ഇതാണ്, അതനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ കർത്താവ് പറയുകയാണ് 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ മത്തായി, ഈ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ എൻ്റെ വചനങ്ങൾ ഏത് വചനങ്ങളാണ്? ഇത് 7-ാം അധ്യായം മത്തായി 7:24 പറയുന്നത്. ഈ എൻ്റെ വചനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന പുറകിലോട്ട് പോകണം. പുറകിൽ പറഞ്ഞിരിക്കുന്ന 25-ാം അധ്യായത്തിൻ്റെ, അതായത് മത്തായി 5:21 വാക്യം മുതൽ ഈ 7-ാം അധ്യായത്തിലേക്ക് വരുന്ന പുറകിലുള്ള വാക്യങ്ങൾ വരെ പറഞ്ഞിട്ടാണ് യേശു പറയുന്നത് 24-ൽ ഈ എൻ്റെ വചനങ്ങൾ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, അതിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ഇത് ക്രിസ്തുവിൻ്റെ വചനമാണ്, വേർഡ് ഓഫ് ക്രൈസ്റ്റ് ആണ്. ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഒക്കെയും അനുസരിക്കുന്നവൻ എന്താണ്? കേട്ട് ചെയ്യുന്നവൻ. ഇത് കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകുന്നു. ഹല്ലേലൂയ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഈ പാറ
ക്രിസ്തുവാണെന്നും ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവല്ല, മറിച്ച് ക്രിസ്തു സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഈ അധ്യായങ്ങളിൽ കാണുന്ന കൽപ്പനകൾ, ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ, അതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിന്മേലാണ് ഒരു ക്രിസ്തീയ ജീവിതം പണിയുന്നതെങ്കിൽ സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ആരാധനയും കൊട്ടും പാട്ടും എന്ന് നമ്മൾ ആരാധന എന്ന് പറയുന്നതുമായ ഈ കാര്യങ്ങളെക്കാൾ ഉപരി അത് നടന്നോട്ടെ, അത് ചെയ്തോട്ടെ, അതല്ല വിഷയം. അതിനേക്കാളൊക്കെയും ഉപരിയായിട്ട് അത് ചെയ്യുമ്പോൾ തന്നെ അതിലും പ്രാധാന്യമർഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുകയും അത് അനുസരിച്ച് പഠിച്ച് പ്രവർത്തിച്ച് പ്രായോഗികമാക്കി മറ്റുള്ളവരെ പഠിപ്പിച്ച് അവരെയും ഒരുക്കി നമ്മളും ഒരുങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു ആകുന്ന പാറമേൽ യേശുക്രിസ്തു ഉപദേശിച്ചതായ, പറഞ്ഞതായ, കൽപ്പിച്ചതായ കൽപ്പനകളാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു ക്രിസ്തീയ ജീവിതം ഒരുവൻ പണിതാൽ ആ പണിക്കെതിരെ ഏത് പ്രതികൂലങ്ങളോ നദികളോ ചൊരിഞ്ഞ്, വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി സമുദ്രങ്ങൾ ഇളകി ഇരച്ച് വന്നാലും ശരി, ആ വീടിനെ, ആ പണിയെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തു എന്ന പാറമേൽ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാകുന്ന കൽപ്പനകളുടെ മേൽ, അടിസ്ഥാനത്തിന്മേലാണ് അവ പണിതിരിക്കുന്നത്. അടുത്ത 26-ാം വാക്യത്തിൽ എന്താ പറയുന്നത് അറിയാമോ? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഈ വചനങ്ങളെ കേട്ടിട്ട് അത് വായിക്കുകയോ അത് ചെയ്യുകയോ, സഹോദരനെ സ്നേഹിക്കാതെയോ ശത്രുവിനെ സ്നേഹിക്കാതെയോ വായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാതെയോ ഈ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ചുമ്മാ കൊട്ടിപ്പാടി ഓളത്തിനങ്ങ് പോകുന്നവരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരെങ്ങനെയാണെന്നറിയാമോ? മണലിന്മേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. യേശുക്രിസ്തു തൻ്റെ സുവിശേഷത്തിൽ അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ, വൈസ് മെൻ ആൻഡ് ഫൂളിഷ് മെൻ, വൈസ് മെൻ, ഫൂളിഷ് മെൻ, വൈസ് മെൻ, ഫൂളിഷ് മെൻ. അതിൽ ഒരു ഭാഗമാണിത്. വൈസ് മെൻ വചനം കേട്ട് ചെയ്തവൻ, ഫൂളിഷ് മെൻ മണലിന്മേൽ കേൾക്കാതെ പണിതവൻ. അവിടെ അവൻ്റെ വൻമഴ ചൊരിഞ്ഞു നമ്മൾ വായിക്കുന്നുണ്ട്. അവനൊക്കെയും മണലിന്മേൽ വീട് 27-ാം വാക്യം, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല, അങ്ങനെ ഒരു ഭവനം അവിടെ ഇല്ലാത്ത രീതിയിൽ അത് വീണു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്ത്? ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിസ്ഥാനമില്ലാതെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് പണിയാതെ, ഒരു ഓളമനുസരിച്ച്, ഒരു വികാരഭരിതമനുസരിച്ച് കൊട്ടിപ്പാടിക്കോ, എല്ലാം ചെയ്തോ, തുള്ളിക്കോ, ചാടിക്കോ, അന്യഭാഷ പറഞ്ഞോ, ഒക്കെ ചെയ്തോ, അതെല്ലാം നടന്നോട്ടെ. പക്ഷേ എൻ്റെ പ്രിയരെ, അതല്ല പ്രധാനമെന്നുള്ളത് ഈ അന്ത്യകാലത്തെങ്കിലും നമ്മളൊന്ന് ഗ്രഹിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഈ പ്രത്യേക വിഷയം ഞാൻ മെസ്സേജായിട്ട് ഇടുവാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ന് എവിടെ ചെന്നാലും എവിടെ കണ്ടാലും അവിടെ ഇരിക്കുവാൻ പോലും നമുക്ക് തോന്നത്തില്ല. ചില പ്രസംഗങ്ങളുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു കൺവെൻഷന് പോയി, 10 മിനിറ്റ് അവിടെ നിന്ന് അടുത്ത ഞാൻ വണ്ടിയെടുത്ത് പോന്നു. കാരണം അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറഞ്ഞ ഒരു കാര്യവുമില്ല. തന്നെ ഉയർത്താൻ 1/2 മണിക്കൂർ, പിന്നെ മറ്റുള്ളവരെ പ്രകീർത്തിക്കാൻ 1/2 മണിക്കൂർ, പിന്നെ പ്രസംഗിക്കാൻ സമയമില്ല. പിന്നെ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിന്നെ അങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ്. എവിടെ? ഇന്ന് വരെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വചനം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച് ജനം വിടുവിക്കപ്പെടും, ജനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വചനം, ഉപദേശം പറയാതെ എങ്ങനെ നമുക്ക് ഒരു മെസ്സേജ് ജനത്തിന് കൊടുക്കാനായിട്ട് കഴിയും? എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന സുവിശേഷകരെ, യേശുവിൻ്റെ ഉപദേശം നമ്മളൊരു കാലത്തും തള്ളിക്കളയരുതേ. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ, എൻ്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് 3.5 വർഷം അവരെ പഠിപ്പിച്ച് ഉണ്ണുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടങ്ങൾ അനുഭവിച്ച് രാത്രിയും പകലും അവരെ പഠിപ്പിച്ചത് നാം അത് അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് പ്രിയരെ. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ നിന്ന് വന്നവനാ ക്രിസ്തു. ഹല്ലേലൂയ. യെശയ്യാവ് സ്വർഗത്തിൽ നിന്ന് വന്നതല്ല, ഏലിയാവ് മോശ സ്വർഗത്തിൽ നിന്ന് വന്നതല്ല, അല്ലെങ്കിൽ ദാവീദ് സ്വർഗത്തിൽ നിന്ന് വന്നതല്ല, യേശു സ്വർഗത്തിൽ നിന്ന് വന്നതാ, യെഹെസ്കേൽ സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് യാഥാർത്ഥ്യമാണ്.
അവിടുത്തെ സകല കാര്യങ്ങളും അവനറിയാം. അവിടെ എത്തണമെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് പിതാവ് അവനോട് പറഞ്ഞേൽപ്പിച്ചതാണ് ഇവിടെ ഈ 3.5 വർഷം പറഞ്ഞത്. സോ ഡോണ്ട് നെഗ്ലക്റ്റ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഉപദേശം നമ്മളൊരു കാരണവശാലും തള്ളിക്കളയരുത്. യേശുവോ അപ്പോസ്തലന്മാരോ കഥകൾ പറഞ്ഞിരുന്നില്ല, തമാശകൾ പറഞ്ഞിരുന്നില്ല. സീരിയസ് ആയിരുന്നു, വളരെ ഗൗരവമായിരുന്നു. കാരണം ഇത് നിത്യതയുടെ ആത്മരക്ഷയുടെ കാര്യമാണ്. ഇന്ന് പല പ്രസംഗകരും ഭയങ്കര കോമഡി, ഏഷ്യാനെറ്റ് എവിടെയോ കോമഡി, ഏഷ്യാനെറ്റോ മനോരമയോ ആ ചാനലുകളിൽ പോലും ഇല്ലാത്ത അത്ര ഭയങ്കര കോമഡികളാണ് പല പ്രസംഗങ്ങളും. അത് കേൾക്കാൻ വേണ്ടി ജനം അങ്ങ് ഇടിച്ചു കയറുക. സഭയിലുള്ളവരൊക്കെ ഞായറാഴ്ച കർത്തൃമേശയ്ക്കിരിക്കുമ്പോൾ പോലും അവർ അങ്ങ് ചിരിച്ച് അട്ടഹസിക്കുക. അതിനൊരു പ്രാധാന്യത കൊടുക്കുന്നില്ല, അതിനൊരു സീരിയസ്നെസ് കൊടുക്കുന്നില്ല. അത്രമാത്രം എന്താ പറയുക, പല ശുശ്രൂഷകന്മാരും ജനത്തെ ഒന്ന് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിടുന്നു. ചിലർ കൈയടിച്ച് സന്തോഷിപ്പിച്ച് വിടുന്നു, ചിലർ ആത്മാവിൽ തുള്ളിച്ച് സന്തോഷിപ്പിച്ച് വിടുന്നു. ഇതൊക്കെയുണ്ട്. ഇതല്ല വിഷയം. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നാം വളരണം, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നാം ആയിരിക്കണം. യേശുവിൻ്റെ ഉപദേശം, കൽപ്പനകൾ നാം പഠിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നാം പഠിപ്പിക്കുന്നത്? വേർഡ് ഓഫ് ക്രൈസ്റ്റ് നാം പഠിപ്പിക്കുന്നില്ല. സോ ഫാൾസ് ടീച്ചിങ്സ്, തെറ്റായ ഉപദേശങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും യേശുക്രിസ്തു പഠിപ്പിച്ചതും പറഞ്ഞതും നമ്മൾ സഭയിൽ പറയുന്നില്ല, വിശ്വാസികളോട് പ്രസംഗിക്കുന്നില്ല, അവരെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ നാം പഠിപ്പിക്കുന്നത് തെറ്റായ ഉപദേശങ്ങളാണ്. അത് നാം മനസ്സിലാക്കണം. ആദിമസഭയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ജനം ക്രിസ്തുവിൻ്റെ വചനമാണ് അവർ പഠിപ്പിച്ചിരുന്നത്. കാരണം അന്ന് ഉണ്ടായിരുന്നവർ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവർ പഠിച്ച് അപ്പോസ്തലന്മാരായതാണ്. അപ്പോൾ അവർക്ക് പറയാൻ അവിടെ ബൈബിളില്ലായിരുന്നു, സുവിശേഷങ്ങളില്ലായിരുന്നു, ലേഖനങ്ങളില്ലായിരുന്നു, ഒരു എഴുതപ്പെട്ട പുസ്തകങ്ങളില്ലായിരുന്നു. യേശു അതുവരെ അവരോട് എന്ത് പറഞ്ഞു അത് മാത്രം അവർ ഹൃദയത്തിലാക്കി. ഇന്ന് നമുക്ക് പാസ്റ്റർമാർക്ക് പോലും നേരെ നിന്ന് ഒരൊറ്റ വാക്യം കണ്ണടച്ച് പറയാൻ അറിയത്തില്ല, മനപ്പാടം അറിയില്ല. പക്ഷേ യേശു 3.5 വർഷം പറഞ്ഞതെല്ലാം ഈ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അതെല്ലാം അവർ ലേഖനമായിട്ട് എഴുതുകയും അന്നത്തെ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം അവർ പഠിച്ചിരുന്നു. ജനം അന്ന് വചനം കേട്ടു, പാപബോധം വന്നു, കൂട്ടത്തോടെ സഭയിലേക്ക് ചേർന്ന് കർത്താവിനെ സ്വീകരിച്ചു. സഭയോട് ചേർന്ന് 3000 പേര്, 5000 പേര്, അനേക പട്ടണങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങൾ കൂട്ടത്തോടെ കർത്താവിലേക്ക് വന്നു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, why we are not teach the word of Christ to our people today? ഹല്ലേലൂയ. എന്തുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ ഉപദേശങ്ങൾ നാം ഇന്നത്തെ നമ്മുടെ സഭയിൽ നമ്മുടെ ജനത്തെ പഠിപ്പിക്കുന്നില്ല? We never talks, never teach or never preach the laws and commandments of Jesus Christ, that the word of Jesus ക്രൈസ്റ്റ്. ഇന്നത്തെ ധാരാളം പ്രസംഗകരും യേശുക്രിസ്തുവിനെയോ തൻ്റെ വചനങ്ങളെയോ പറ്റി പ്രസംഗിക്കാറേ ഇല്ല. ഞാൻ കഴിഞ്ഞൊരു മെസ്സേജിൽ പറഞ്ഞല്ലോ, പകൽ 2:30 മണി വരെ പ്രസംഗിച്ച് 2 പേര്, ഒരാൾ യെഹെസ്കേലിന്, ഒരാൾ യിരെമ്യാവിന്. ഞാൻ ഒട്ടും അതിശോക്തി പറയല്ല, അത് തീരുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. ഇവരെന്താ പ്രസംഗിക്കണമെന്ന് അറിയല്ലോ. യേശു യേശു യേശു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അല്ലെങ്കിൽ കർത്താവ് വരും, അങ്ങനെ ഒരു സിംഗിൾ വേർഡ് പറഞ്ഞിട്ടില്ല. അതിനന്നത്തെ ആ ഓഡിറ്റോറിയത്തിൽ സകലരും സാക്ഷികളാണ്. ഞാനത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകരെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേട്ടിരുന്ന അന്നത്തെ സംഘാടകർക്കെങ്കിലും അത് ബോധ്യമാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് പുതിയ നിയമസഭയിൽ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന സ്വർഗത്തിൽ പോകേണ്ടതിനായി ഒരുക്കപ്പെടുവാൻ അനുസരിച്ച് പാലിക്കേണ്ടതായ കൽപ്പനകൾ, സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ നാം ആരും പറയാറില്ല, പഠിപ്പിക്കാറില്ല, പ്രസംഗിക്കാറില്ല, നാം ഒട്ട് അനുസരിക്കാറുമില്ല. വായി എന്തുകൊണ്ട്? ഉദാഹരണം, കോപിക്കരുത്, അതാരും പ്രസംഗിക്കാറില്ല. കാരണം ഇതുവരെ പ്രസംഗകൻ അതനുസരിച്ചിട്ടില്ല, അയാൾക്കത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും എനിക്ക് പല വലിയ വമ്പൻ പ്രസംഗരെ അറിയാം, പാസ്റ്റർമാരെ അടുത്തറിയാം, സെൻട്രൽ പാസ്റ്റർമാരെ തൊട്ടടുത്തറിയാം. അവരിന്നും ഇന്നും 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 ഈ മോമെൻ്റ് വരെ അവരുടെ ദേഷ്യം കാണണം, അവരുടെ ഭാര്യ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സഭാവിശ്വാസികൾ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരിൽ കൂടി ഞായറാഴ്ച വരുന്ന അന്യഭാഷ കേൾക്കണം. ഞാനതൊന്നും പറയുന്നില്ല, ആരെയും വിധിക്കുന്നില്ല, അവരുമായി ദൈവവുമായി. പക്ഷേ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്.
ആമേൻ, ഹല്ലേലൂയ. തൻ്റെ അനുഭവത്തിലില്ലാത്തത് എങ്ങനെ ഉപദേശിക്കും മറ്റുള്ളവരെ? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സഭയിൽ എന്നെ വിളിച്ചു പ്രസംഗിക്കുന്നതിന് വേണ്ടി, സഭാ ശുശ്രൂഷയ്ക്ക്. അന്നത്തെ ദൈവരാജ്യം എന്ന വിഷയം ഞാൻ അവിടെ പ്രസംഗിച്ചു. അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കത്തോലിക്കായിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരു അച്ചായൻ അവിടെ നിന്ന് എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൊല്യൂഷൻ പറഞ്ഞു. ഇത് പാസ്റ്റർമാരാരും പ്രസംഗിക്കുകയില്ല, ദൈവദാസൻ വന്ന് പ്രസംഗിച്ച് ഞാനിത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം അതിനൊരു മറുപടി പറയുക, ഈ പാസ്റ്റർമാർക്കൊന്നും ഇത് പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം അവരിത് അനുസരിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നില്ല പാസ്റ്ററെ. അതാണ് അതിനകത്തൊരു വലിയ അർത്ഥമുണ്ട്. അപ്പം നമ്മളെ വിശ്വാസികളുമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. മത്തായി 5:19 കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. 15:10 ഇഫ് യു ഡോണ്ട് ഫോളോ ജീസസ് ഗോഡ് ഈസ് നോട്ട് വിത്ത് അസ്. ക്രിസ്തുവിൻ്റെ വചനം കൽപ്പനകൾ നാം അനുസരിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് നിലനിൽക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നിലനിൽക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവകൽപ്പനകളെ നമുക്ക് അനുസരിച്ച് ജീവിക്കാം. ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. വേഗത്തിൽ തന്നെ ഈ ദൈവവചനങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വന്ന് ജനത്തെ പഠിപ്പിക്കാം, ഒരുക്കാം. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഇടയായിത്തീരട്ടെ. ഞാൻ നിർത്തുന്നു. MJ മാത്യു, വയനാട്ടിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം ആശംസിക്കുന്നു. സുപ്രഭാതം ആശംസിക്കുന്നു. സ്നേഹവന്ദനങ്ങൾ നേരുന്നു. ആമേൻ, ആമേൻ, ആമേൻ.